വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10th മുതലാണ് ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നിങ്ങൾ IUPAC നോമൻക്ലേച്ചറിന്റെ ഭാഗത്തേക്ക് വരുന്നത്. +1 എത്തുമ്പോഴേക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് IUPACയുടെ റൂൾസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുന്നതെന്ന് നിങ്ങൾ പഠിക്കും. ആൻഡ് +2 നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ടൈമിൽ ഓരോ കോമ്പൗണ്ട്സിന്റെയും നെയിം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഓരോ കോമ്പൗണ്ട്സിന്റെയും പേര് എഴുതുമ്പോൾ ഈ പറഞ്ഞ IUPAC റൂൾസും എങ്ങനെയാണ് ആ കോമ്പൗണ്ട്സിന്റെ നെയിം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ കെമിസ്ട്രിയുടെ ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുമ്പോഴത്തേന് അവിടെ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താണ് IUPAC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. എന്തിനാണ് നമ്മൾ ഈ IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പേര് എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സാധനങ്ങളും ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ടപ്പിയോക്ക, കപ്പ എന്ന് പറയുന്ന സ്ഥലക്കാരുണ്ട്, അതുപോലെ മരച്ചീനി എന്ന് പറയുന്നതുണ്ട്, കോല്, അങ്ങനെ പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഒരു പക്ഷെ നമുക്ക് ചെല്ലുമ്പം എന്താണ് അവർ പറയുന്നത്, ഇപ്പം ഒരു തിരുവനന്തപുരത്തു നിന്ന് തെക്കൻ കേരളത്തിലേക്ക് ഇപ്പൊ കണ്ണൂരേക്ക് പോവാന്ന് വെച്ചു, അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ഒരു പേരിലായിരിക്കും അത് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് അല്ലെ ഇന്റർനാഷണലി അതിന് ഒരു പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് IUPAC ഒരു റൂൾസ് കൊണ്ടുവരികയും ആ റൂള് വെച്ചിട്ട് നമ്മൾ ഓരോ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അത് ഒരേപോലെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം വേൾഡ് വൈഡ് ആയിട്ടാണെങ്കിൽ ഈ കെമിസ്ട്രിയുടെ ഓരോ സ്റ്റഡീസ് ഒക്കെ നടക്കുന്ന ടൈമിൽ ഏത് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വേൾഡ് വൈഡ് ആയിട്ട് ഒരു പേര് ഒരു കോമ്പൗണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IUPAC റൂള് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞ IUPAC നെയിം ഉണ്ടെങ്കിലും ഇതിനൊക്കെ ചെല്ലപ്പേരുണ്ട്. അതൊരു കോമൺ നെയിം കാണും. ആ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കണ്ടുപിടിച്ച ആ ആളായിരിക്കും അതിന് ആ ഒരു കോമൺ നെയിം ഇടുന്നത്. പക്ഷേ കോമൺ നെയിം ഇടാൻ മാത്രമേ അതിന്റെ ആ ഒരു സയന്റിസ്റ്റിന്, അല്ലെങ്കിൽ കോമൺ നെയിം എന്നുള്ളത് നമ്മുടെ IUPACയുടെ റൂൾ ഒന്നും ഫോളോ ചെയ്യുന്നതല്ല. ഈ കോമൺ നെയിം അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും കോമൺ നെയിം വരുന്നത്. IUPAC നെയിമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, കാർബൺ ആറ്റത്തിന് ഒരുപാട് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിന് കാറ്റിനേഷനുള്ള പവർ കൂടുതലായതുകൊണ്ടും അതുപോലെ കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ പോസിബിൾ ആയതുകൊണ്ടും ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയും നമുക്ക് IUPAC നോമൻക്ലേച്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഒരു IUPAC നെയിം ഒരൊറ്റ കോമ്പൗണ്ടിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ IUPAC നോമൻക്ലേച്ചറിലേക്ക് വരുമ്പോൾ ഈ IUPAC നോമൻക്ലേച്ചറിന് 3 പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രിഫിക്സ്, സെക്കൻഡ് റൂട്ട് വേർഡ്, തേർഡ് സഫിക്സ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലാണ് എഴുതുന്നത്. ഫസ്റ്റ് അതിന്റെ പ്രിഫിക്സിന്റെ പാർട്ട് എഴുതും, ദെൻ റൂട്ട് വേർഡ് എഴുതും, സഫിക്സ് എഴുതും. എന്താണ് പ്രിഫിക്സ്, റൂട്ട് വേർഡ്, സഫിക്സ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് IUPAC നോമൻക്ലേച്ചർ വെച്ച് എഴുതുമ്പോൾ അതിന് 3 പാർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രിഫിക്സ്, വേർഡ് റൂട്ട്, അതുപോലെ സഫിക്സ്. നമുക്ക് ഫസ്റ്റ് പ്രിഫിക്സിലേക്ക് വരാം. നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതുന്നത് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സിനെ തന്നെ നമുക്ക് പ്രൈമറി പ്രിഫിക്സ് എന്നും സെക്കൻഡറി പ്രിഫിക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് പേര് എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുന്നത് പ്രൈമറി പ്രിഫിക്സ് ആണ്. ഈ പ്രൈമറി പ്രിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് നോർമൽ സ്ട്രെയിറ്റ് ചെയിൻ ആണോ, അതായത് നോർമൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണോ, അതല്ലെങ്കിൽ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണോ, ഈ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പ്രൈമറി പ്രിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നോർമൽ ചെയിൻ ആണെങ്കിൽ നമ്മൾ N കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. നോർമൽ ചെയിൻ ആയതുകൊണ്ട് തന്നെ നെയിം ചെയ്യുമ്പോൾ അത് എല്ലാ കേസിലും മെൻഷൻ ചെയ്യാറില്ല നമ്മൾ. ഓക്കെ, ഇനി അതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ, എക്സാമ്പിൾ നമ്മുടെ കോമ്പൗണ്ട് 3 കാർബൺ ഉള്ള ഒരു ചെയിൻ CH2, CH2 ആൻഡ് CH2, ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് 3 കാർബൺ ആറ്റം ഈ ഓരോ കാർബൺ ഇതുപോലെ ജോയിൻ ചെയ്ത് സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ കേസിൽ ഇവിടെ
സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമറി പ്രിഫിക്സിനകത്ത് അതിനെ സൈക്ലോ എന്നാണ് എഴുതുന്നത്. സൈക്ലോ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രൈമറി പ്രിഫിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഏത് രീതിയിലാണ് ബോണ്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമൽ ചെയിൻ ആയിട്ടാണോ, അതല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് ആണോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളതിനകത്ത് സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ കേസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പ്രൈമറി പ്രിഫിക്സിനകത്ത്. അതുകൊണ്ട് തന്നെ പ്രൈമറി പ്രിഫിക്സ് എന്നുള്ള കേസിൽ സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ നിങ്ങൾ നെയിം എഴുതുന്ന ടൈമിൽ ഫസ്റ്റിലെ സൈക്ലോ എന്നുള്ള പ്രിഫിക്സ് ആണ് എഴുതേണ്ടതെന്ന് മാത്രം ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രിഫിക്സിനകത്ത് തന്നെ സെക്കൻഡറി പ്രിഫിക്സിലേക്ക് പോവാം. അപ്പൊ പ്രിഫിക്സ് എന്താണ് എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ബ്രാഞ്ചസ് വരിക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് വരിക, അതിന്റെ പൊസിഷനെയാണ് നമ്മൾ പ്രിഫിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബ്രാഞ്ച്? ആൽക്കൈൽ ബ്രാഞ്ച് വരിക. അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CH3 CH CH3 CH2 CH3 ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. CH3 CH CH3 CH2 CH3 നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്. ഇതിനകത്ത് നമ്മളുടെ മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിനെയാണ്. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ചെയിനെയാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഇതിലേക്ക് നെയിം പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതാണ് ഇപ്പം മെയിൻ ചെയിൻ എന്ന് മനസ്സിലാക്കുക. ഈ മെയിൻ ചെയിനകത്ത് വന്നിരിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ഈ ഒരു CH3 ബ്രാഞ്ച്. ഓക്കെ, അപ്പം ഇതൊരു ആൽക്കൈൽ ബ്രാഞ്ച് ആണ്. ഈ ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കെയിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സിനകത്ത് ആൽക്കീൻ എന്താ നമ്മൾ പറഞ്ഞു. ആൽക്കൈനകത്ത് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആൽക്കൈൽ ഫ്രീ റാഡിക്കൽ, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഇത് നമുക്ക് ഇതിന്റെ ബ്രാഞ്ചസ് വരുന്ന കേസിൽ, അത് ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ബ്രാഞ്ച് വരുമ്പം പേരെഴുതുമ്പോൾ അത് UPSCയുടെ റൂള് വെച്ചിട്ട് നെയിം ചെയ്യുന്ന ടൈമിൽ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. മെയിൻ ചെയിനകത്ത് CH3 ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നു, അത് ഇവിടുത്തെ ആൽക്കൈൽ ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ, ഇതിന്റെ നെയിം എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മെയിൻ കാർബൺ ചെയിനകത്തുള്ള ബ്രാഞ്ചസ്, അത് ആൽക്കൈൽ ബ്രാഞ്ചസ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരാം. ഇതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വരാം. ഈ സബ്സ്റ്റിറ്റ്യൂവന്റിനകത്ത് തന്നെ ചില ഫങ്ഷണൽ ഗ്രൂപ്പിനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പം ആൽക്കഹോളിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരേപോലെ ആയിരിക്കും. ആൽക്കഹോൾ എന്ന് പറയുന്നത് OH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് വരുമ്പോഴാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് അതിനെ പോകുന്നത്. COOH എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലുണ്ടെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ പറയുന്നത്. എങ്ങനെയാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു നെയിമിങ്ങിന്റെ പാർട്ടിൽ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡറി പ്രിഫിക്സിനകത്ത് വരുന്നത് നമ്മുടെ സൈഡ് ചെയിൻ, പൊസിഷൻ ഓഫ് ദി സൈഡ് ചെയിനും പറയും, ഏത് സൈഡ് ചെയിൻ ആണ് വരുന്നതെന്ന് പറയും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പൊസിഷൻ, ചില ഫങ്ഷണൽ ഗ്രൂപ്പും നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാലജൻസിനെ എല്ലാം, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ഹാലജൻസിനെ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തുന്നത്. അതായത് ഫ്ലൂറിൻ വരുവാണെങ്കിൽ നമ്മൾ ഫ്ലൂറോ എന്നാണ് എഴുതുന്നത്, ഫ്ലൂറോ. ക്ലോറിൻ വരുവാണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ വരുവാണെങ്കിൽ ബ്രോമോ, അയഡിൻ വരുവാണെങ്കിൽ അയഡോ. ഓക്കെ, ഇപ്പം ഹാലജൻസിനെ ഫുള്ള് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡറി പ്രിഫിക്സ് വെച്ചിട്ടാണ് അതിന്റെ പേര് എഴുതുന്നത്. ഓക്കെ, ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 C2H5, അതായത് CH3 CH2. ഓക്കെ, ജസ്റ്റ് CH3 വരാം, അതല്ലെങ്കിൽ CH2 CH3 വരാം, CH2 CH2 CH3 വരാം. ഇതൊക്കെ ബ്രാഞ്ച് ആയിട്ട് വരുവാണെങ്കിൽ അത് നമ്മൾ ആൽക്കൈൽ
എന്ന് പറഞ്ഞ ആൽക്കൈൽ ബ്രാഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പം അതും നമ്മൾ സെക്കൻഡറി പ്രിഫിക്സ് അത് വെച്ചിട്ടാണ് നെയിം ചെയ്യുന്നത്. ഇനി NO2 ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പൊ എഴുതുന്നത്. നൈട്രോ എന്നാണ് അതിനെ നെയിം ചെയ്യുന്നത്. നൈട്രോ. അപ്പൊ ഫസ്റ്റിലെ ആയിരിക്കും അതിന്റെ പേര് വരുന്നത്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് ഫസ്റ്റിലെ നമ്മൾ പ്രിഫിക്സസ് ആണ് എഴുതുന്നത്. അപ്പം NO2 അതിനകത്ത് ഉണ്ടെങ്കിൽ അതിന്റെ പേര് നൈട്രോ നമ്മൾ ഫസ്റ്റിൽ എഴുതും. ആൻഡ് NH2 എന്ന് പറഞ്ഞാൽ അമിനോ എന്ന് പറയും. അമിനോ ഇതും നമ്മൾ സെക്കൻഡറി പ്രിഫിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ OCH3 എന്ന് പറഞ്ഞാൽ മീതോക്സി എന്ന് പറയും. മീതോക്സി. ഇനി OC2H5 ആണെങ്കിൽ OC2H5 അതല്ലെങ്കിൽ ഇത് തന്നെയാണ് OCH2CH3. ഓക്കെ, CH2CH3 ഒരുമിച്ചാണ് നമ്മൾ C2H5 എന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഈതോക്സി എന്ന് പറയും. ഈതോക്സി. CH3 സിമ്പിൾ ആയിട്ട് ആൽക്കൈലിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുവാണ്. CH3 വന്ന മീതൈൽ എന്ന് പറയും. ആൻഡ് C2H5 വരുവാണ് ഈതൈൽ എന്ന് പറയും. ഇതിന്റെ പേര് എങ്ങനെയാണ് നമുക്ക് ആ ഒരു പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ജസ്റ്റ് എന്താണ് പ്രൈമറി പ്രിഫിക്സ്, സെക്കൻഡറി പ്രിഫിക്സ്, എവിടെയാണ് അതിന്റെ നെയിം ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിം എഴുതുമ്പോൾ IUPAC റൂള് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് കൺസിഡറേഷൻ ചെയ്യേണ്ടത് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കാർബൺ ചെയിനിലെ കാർബണിന്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് വേർഡ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ കാർബൺ ചെയിൻ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും ഒരു കോമ്പൗണ്ട് കിട്ടുന്ന ടൈമിൽ. ആ മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റൂട്ട് വേർഡ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 10 കാർബൺ വരെയുള്ളതാണ് പഠിക്കാനുള്ളത്. ഒരു കാർബൺ മാത്രമാണ് ആ ഒരു മെയിൻ ചെയിനിൽ ഉള്ളതെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും. 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. ഓക്കെ, നമ്മൾ ആ പേര് എഴുതുന്ന വെച്ചിട്ടാണ് ഞാൻ ബ്യൂട്ട് എന്ന് പ്രൊനൗൺസ് ചെയ്തത്. C5 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണ് ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡക്ക്. ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് മെയിൻ ചെയിനകത്ത് 6 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഹെക്സ്. നമ്മുടെ റൂട്ട് വേർഡ് വരുന്നത് അല്ലെങ്കിൽ വേർഡ് റൂട്ട് വരുന്നത് ഹെക്സ് ആണ്. ഓക്കെ, 9 കാർബൺ ഉണ്ടെങ്കിൽ നോൺ. അപ്പം അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ മെയിൻ കാർബൺ ചെയിനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യും ആ ഒരു കോമ്പൗണ്ടിനകത്ത് ഏതാണ്, എന്നിട്ട് എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ റൂട്ട് വേർഡ് സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി അതിന്റെ സഫിക്സ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്കിനി സഫിക്സിന്റെ പാർട്ടിലേക്ക് പോവാം. ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് അതിന്റെ പ്രിഫിക്സിന്റെ പാർട്ടാണ് എഴുതുന്നത്, ദെൻ റൂട്ട് വേർഡ്, അതിനുശേഷം വരുന്നതാണ് സഫിക്സ്. സഫിക്സ് തന്നെ പ്രൈമറി സഫിക്സും ഉണ്ട്, സെക്കൻഡറി സഫിക്സും ഉണ്ട്. ഓക്കെ, എന്താണ് പ്രൈമറി സഫിക്സ്, അതുപോലെ എന്താണ് സെക്കൻഡറി സഫിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൈമറി സഫിക്സ്. സഫിക്സ് എഴുതുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ പ്രൈമറി സഫിക്സ് ആണ് എഴുതുന്നത്, അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൈമറി സഫിക്സ് എന്താണെന്ന് നോക്കാം. പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെയിൻ കാർബൺ ചെയിൻ സാച്ചുറേറ്റഡ് ആണോ അതോ അൺസാച്ചുറേറ്റഡ് ആണോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ഒരു മെയിൻ കാർബൺ ചെയിനില് എത്ര കാർബൺ ആണ് ഉള്ളത്, ആ ഒരു കാർബണിന്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ വേർഡ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് വേർഡ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു കാർബൺ ചെയിനിൽ എങ്ങനെയാണ് ബോണ്ടിങ് അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈമറി സഫിക്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഒരു കാർബൺ ചെയിനിലെ എല്ലാ കാർബണും സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സാച്ചുറേറ്റഡ് ആണ് ആ ഒരു കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് എല്ലാ കാർബണും സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ആ ഒരു കാർബൺ ചെയിൻ സാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ANE ആണ് പ്രൈമറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി ആ ഒരു കാർബൺ ചെയിനിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ENE ആണ് പ്രൈമറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു കാർബൺ ചെയിനിൽ ഒരു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ YNE ആണ് പ്രൈമറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒരുമിച്ച് വരുന്ന കേസൊക്കെ നമുക്ക് ഇനി കോമ്പൗണ്ട്സ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. ഇപ്പം
ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ENE എന്നാണ്. ഇനി ആ ഒരു കാർബൺ ചെയിനിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ YNE ആണ് നമ്മുടെ പ്രൈമറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു കാർബൺ ചെയിനിൽ രണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡൈഈൻ എന്നാണ് എഴുതുന്നത്. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ഡൈഈൻ എന്നാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാർബൺ ചെയിനിൽ മൂന്ന് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ട്രൈഈൻ എന്നാണ് പ്രൈമറി സഫിക്സ് ആയിട്ട് എഴുതുന്നത്. അതുപോലെ തന്നെ രണ്ട് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഡൈഐൻ എന്നാണ് എഴുതുന്നത്, അതായത് DIYNE. ഓക്കെ, സെയിം ആ ഒരു കോമ്പൗണ്ടിൽ മൂന്ന് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളെങ്കിൽ നമ്മൾ ട്രൈഐൻ എന്ന് എഴുതും, TRIYNE. ഓക്കെ, അപ്പൊ നമ്മള് സഫിക്സിന്റെ കേസ് എടുക്കുമ്പോൾ പ്രൈമറി സഫിക്സ് വരുന്നത് ആ ഒരു കാർബൺ ചെയിൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ വെച്ചിട്ടാണ് വരുന്നത്. എല്ലാ കാർബണും സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ANE എന്നും, ഡബിൾ ബോണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ENE എന്നും, ട്രിപ്പിൾ ബോണ്ട് ആണുള്ളതെങ്കിൽ YNE എന്നും സെലക്ട് ചെയ്യുന്നു. ഇനി ഡബിൾ ബോണ്ടിന്റെ ട്രിപ്പിൾ ബോണ്ടിന്റെ നമ്പർ വെച്ചിട്ട് രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡൈഈൻ എന്നും, മൂന്ന് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ട്രൈഈൻ എന്നും, അതുപോലെ രണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡൈഐൻ എന്നും, മൂന്ന് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ട്രൈഐൻ എന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി സഫിക്സിലേക്ക് പോകാം. പ്രൈമറി സഫിക്സ് എഴുതിയതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എഴുതുന്നത്. ഈ സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എഴുതുന്നത്. ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എങ്കിലാണ് നമ്മൾ ഈ ഒരു സെക്കൻഡറി സഫിക്സിന്റെ പാർട്ട് എഴുതേണ്ടത്. ഇനി ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വരുന്നത് അതിനനുസരിച്ച് ഏതൊക്കെ സെക്കൻഡറി സഫിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് OH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH. അപ്പൊ നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ OH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ആൽക്കഹോൾ എന്ന് പറയുന്ന ആളുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് OL, ഓൾ എന്നാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആൽഡിഹൈഡ്, അതായത് CHO ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, CHO ഗ്രൂപ്പ് ആണ് നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് AL ആണ് സെലക്ട് ചെയ്യുന്നത്, AL. ഓക്കെ, ആൻഡ് ഇനി കീറ്റോൺ ആണ് ഉള്ളതെങ്കിൽ, കീറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO, രണ്ട് വാലൻസി ഉണ്ട്, രണ്ട് വാലൻസിയും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. ഇപ്പൊ കീറ്റോൺസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ONE ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പൊ രണ്ട് CHO ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഡൈ ആലും ചേർക്കും, മൂന്ന് CHO ഗ്രൂപ്പ് ആണ് വരുന്നെങ്കിൽ ട്രൈ ആലിന് ചേർക്കും. ഇങ്ങനെ എല്ലാ കേസിലും വരുന്നുണ്ട്. കോമൺ ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ് നെയിം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആൽക്കഹോൾ ആണ് വരുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് എടുക്കുന്നത് OL, ആൽഡിഹൈഡ് ആണ് വരുന്നതെങ്കിൽ സെക്കൻഡറി സഫിക്സ് ആയിട്ട് എടുക്കുന്നത് AL, ആൻഡ് കീറ്റോൺ ആണ് വരുന്നതെങ്കിൽ ONE. ദെൻ COOH ഗ്രൂപ്പ് ആണ് നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ആ കേസിൽ നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഓയിക് ആസിഡ് ആണ്, OIC ആസിഡ്, ഓയിക് ആസിഡ്. ആൻഡ് COOR എസ്റ്റർ ആണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ, അതായത് COOR എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് OATE, ഇതാണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് CONH2 ഗ്രൂപ്പ് ആണ് നമ്മുടെ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എങ്കിൽ നമ്മൾ അമൈഡ് എന്നാണ് സെക്കൻഡറി സഫിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള +2 വരെയുള്ള സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ജനറൽ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കേസാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും എക്സാംസിന് ചോദിക്കുന്നത്. ആൽക്കഹോള് OL, ആൽഡിഹൈഡ് AL, കീറ്റോൺ വരുന്ന കേസിൽ ONE, ആൻഡ് COOH വരുന്ന കേസിൽ ഓയിക് ആസിഡ്, COOR വരുന്ന കേസിൽ OATE, CONH2 വരുന്ന കേസിൽ അമൈഡ്.
അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടാണ് ഇത് പറയുന്നത്. ഇനി നമ്മൾ ഇതിനു ശേഷം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ IUPAC നെയിം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓരോ കോമ്പൗണ്ട്സ് ഈ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിം ചെയ്യും, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിം ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ജനറൽ ആയിട്ട് സെക്കൻഡറി സഫിക്സ് എന്താണ് വരുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആദ്യം പ്രിഫിക്സ്, ദെൻ റൂട്ട് വേർഡ്, അതിനുശേഷമാണ് നമ്മൾ സഫിക്സ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഫസ്റ്റ് പ്രിഫിക്സിന്റെ കേസ് ആണെങ്കിലും റൂട്ട് വേർഡിന്റെ കേസ് ആണെങ്കിലും അതുപോലെ സഫിക്സിന്റെ കേസ് ആണെങ്കിലും നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യും. അത് അതിനകത്ത് ഇപ്പം ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ENE എഴുതുന്നത്. അതുപോലെ ഈ ആൽക്കഹോൾ ഗ്രൂപ്പ് OH ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി സഫിക്സിൽ OL എന്ന് എഴുതിയാൽ മതി. ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ കേസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. അതുപോലെ സഫിക്സിന്റെ പാർട്ട് നമ്മൾ എഴുതുന്ന ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും ആ ഒരു കോമ്പൗണ്ടിന്റെ നെയിമിന്റെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ സഫിക്സ് എഴുതുന്നത്. ഇവിടെ തന്നെ ഫസ്റ്റ് നമ്മൾ പ്രൈമറി സഫിക്സ് എഴുതും, അതിനുശേഷമാണ് സെക്കൻഡറി സഫിക്സ് എഴുതുന്നത്. ഈ പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സും ആഡ് ചെയ്ത് എഴുതുന്നതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മെയിൻ കാർബൺ ചെയിൻ എല്ലാം സിംഗിൾ ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ കാർബണും സിംഗിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ പ്രൈമറി സഫിക്സ് വരുന്നത് എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ട് നമ്മൾ ANE എഴുതും. ANE. ഓക്കെ, ആ ഒരു കോമ്പൗണ്ടില് ആൽക്കഹോൾ OH എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ സെക്കൻഡറി സഫിക്സ് നമ്മൾ എഴുതും ON. ഓക്കെ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് എല്ലാ കാർബണും സിംഗിൾ ബോണ്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനകത്തൊരു ആൽക്കഹോൾ എന്ന് പറയുന്ന OH ഗ്രൂപ്പും കൂടി അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ എഴുതി പ്രൈമറി സഫിക്സ് ANE എഴുതി, നമ്മുടെ സെക്കൻഡറി സഫിക്സ് OL എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സൂടെ ആഡ് ചെയ്ത് എഴുതുന്ന ടൈമില് നമ്മുടെ സെക്കൻഡറി സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വവ്വൽസിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് AEIOU ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി സഫിക്സിൽ എൻഡ് ചെയ്യുന്ന EA നമ്മൾ അതിനകത്തുനിന്ന് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യണം. അതായത് നമുക്ക് വരുന്ന പേര് ANOL. ഇങ്ങനെയാണ് നമ്മൾ സഫിക്സിന്റെ പാർട്ട് എഴുതേണ്ടത്. ഓക്കെ, പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സും ഒരുമിച്ച് എഴുതുന്ന ടൈമില് സെക്കൻഡറി സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വവ്വൽസിലാണെങ്കിൽ AEIOU ഇതിൽ ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ നമ്മുടെ പ്രൈമറി സഫിക്സിലെ എൻഡ് ചെയ്യുന്ന നമ്മൾ ഈ സഫിക്സ് ഒരുമിച്ച് എഴുതുന്ന ടൈമിൽ എഴുതാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ സെക്കൻഡറി സഫിക്സിൽ എടുക്കുന്ന എല്ലാ ആൾക്കാരുടെയും നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ വവ്വൽസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൈമറി സഫിക്സ് എഴുതുന്ന ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ANE അല്ലെങ്കിൽ ENE YNE ലാസ്റ്റ് വരുന്ന നിങ്ങൾ എഴുതാൻ പാടില്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡറി സഫിക്സിന്റെ പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സും എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ നോക്കി. ഇതിനുശേഷം നമ്മൾ ഓരോ കോമ്പൗണ്ട്സ് എടുക്കുന്ന ടൈമിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിന്റെ ജനറൽ റൂൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മുഴുവനും. പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, വേർഡ് റൂട്ട് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കി. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. IUPAC നോമൻക്ലേച്ചർ അല്ലെങ്കിൽ IUPAC റൂൾ വെച്ചിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അതിന്റെ പേര് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ അതിന്റെ സെക്കൻഡറി പ്രിഫിക്സ് ആണ് എഴുതേണ്ടത്, അതിനുശേഷം പ്രൈമറി പ്രിഫിക്സ്, ദെൻ റൂട്ട് വേർഡ്, ദെൻ പ്രൈമറി സഫിക്സ് ആൻഡ് ലാസ്റ്റ് ആണ് നമ്മൾ സെക്കൻഡറി സഫിക്സ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെക്കൻഡറി പ്രിഫിക്സ് വെച്ചിട്ട്, പ്രൈമറി പ്രിഫിക്സ് എന്ന് ആലോചിക്കരുത്, സെക്കൻഡറി പ്രിഫിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ പ്രൈമറി പ്രിഫിക്സ്, ദെൻ റൂട്ട് വേർഡ്, പ്രൈമറി സഫിക്സ് ആൻഡ് സെക്കൻഡറി സഫിക്സ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിം എഴുതുന്നത്. ഓക്കെ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ IUPAC നെയിം ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ജനറൽ റൂൾ മാത്രമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഓരോ കോമ്പൗണ്ടിനും എങ്ങനെയാണ് പേര് വരുന്നത്, നോർമൽ കാർബൺ ചെയിൻ വരുന്നത്, സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത്,
അതുപോലെ ഡബിൾ ബോണ്ട് വരുന്ന കേസിൽ ആൽക്കീൻസിന്റെ നെയിം എങ്ങനെയാണ് ചെയ്യുന്നത്, ആൽക്കൈൻസിന്റെ നെയിം എങ്ങനെയാണ് ചെയ്യുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പം എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, അതുപോലെ ബ്രാഞ്ചസ് വരുന്ന കേസിൽ, ഡിഫറെന്റ് ബ്രാഞ്ചസ് വരുന്ന കേസിൽ, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുന്ന കേസിൽ, ഇങ്ങനെ എല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഓരോ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക്കുകൾ മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ അല്ലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള 2 ക്ലാസ്സുകൾ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതിനകത്ത് ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കേൻ, നോർമൽ ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ, നോർമൽ കാർബൺ ചെയിൻ വരുന്ന കേസിലുള്ള ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഇതിന്റെ നെയിമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.